മഹാദേവന്റെ മടിയിൽ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന പാർവതീദേവി കടക്കണ്ണുകളാൽ ജലന്ധരന്റെ ഹൃദയത്തിലേക്ക് ഒരു കാമബാണമെയ്തു. അതേറ്റ് മോഹവശനായിത്തീർന്ന് ജലന്ധരന്റെ കണ്ണുകൾ ചുവന്നു തുടുക്കാൻ തുടങ്ങി. അവനിൽ പ്രേമം മുളപൊട്ടി. ആ നിശാചരൻ ലോകമാതാവായ പാർവതീദേവിയെ കടന്നു പിടിക്കാൻ മുന്നോട്ടാഞ്ഞു. ഈ സമയത്ത് ശ്രീ പരമേശ്വരൻ്റെ ഒരു വശത്തായി എല്ലാം കണ്ടുകൊണ്ട് പുഞ്ചിരി തൂകിക്കൊണ്ട് നിന്നിരുന്ന ശ്രീ വിഷ്ണുമായയുടെ മുഖം വിവർണമായിത്തീർന്നു. ആ കണ്ണുകൾ ജ്വാലാമുഖികളായി നുരഞ്ഞൊഴുകാൻ തുടങ്ങി. ഇങ്ങനെ വിഷ്ണുമായ ജലന്ധരന് മുന്നിൽ തേജോഗോളമായി ഉയർന്നു നിന്നു. ജലന്ധരനാകട്ടെ അത്ഭുതത്തോടുകൂടി ആ കാഴ്ച കണ്ടു. വിഷ്ണുമായയുടെ ശരീരം ആ നിമിഷത്തിൽ അവിടെ നിന്നും അപ്രത്യക്ഷമായി. അതിനു പകരം ലോകത്തിൻ്റെ മുഴുവൻ തേജസ്സും വഹിച്ചുകൊണ്ട് 1000 സൂര്യചന്ദ്രന്മാർ ജ്വലിച്ചതുപോലെ സുദർശന ചക്രം അവിടെ നിന്ന് തിരിയാൻ തുടങ്ങി. സുദർശന ചക്രത്തിൻ്റെ ജ്വാലയാൽ ഭൂതഗണങ്ങളെല്ലാം കണ്ണുകൾ പൊത്തി. ദേവന്മാരും ഋഷിവൃന്ദങ്ങളും മഹാവിഷ്ണുവിൻ്റെ നാമങ്ങൾ ചൊല്ലി സ്തുതിക്കുവാൻ തുടങ്ങി. സുദർശന ചക്രമാകട്ടെ ജലന്ധരന് നേരെ പാഞ്ഞെടുക്കാൻ തുടങ്ങി. ജലന്ധരൻ കൈലാസത്തിൽ നിന്നും പുറത്തേക്കോടി. അവൻ ഓടിയോടി പാലാഴിയിലെത്തി. പാലാഴിയിൽ ചാടി അതിനടിയിൽ കുംഭകത്താൻ ശ്വാസഗതിയെ നിയന്ത്രിച്ച് അല്പനേരം വിശ്രമിച്ചു. ഈ സമയത്ത് പാലാഴിയുടെ തിരമാലകൾക്ക് മുകളിൽ അഗ്നിജ്വാലകളാൽ ജ്വലിക്കുന്ന സുദർശന ചക്രം തിരിഞ്ഞുകൊണ്ടേയിരുന്നു. അതിൻ്റെ താപമേറ്റ് പാലാഴിയിലെ ജലം തിളച്ചുമറിയാൻ തുടങ്ങി. താപം സഹിക്കവയ്യാതായപ്പോൾ ജലന്ധരൻ പാലാഴിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് ചാടി ആകാശമാർഗത്തിലൂടെ സഞ്ചരിച്ചു. അവനെ സുദർശന ചക്രം പിന്തുടർന്നു. വായുവിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മേഘങ്ങൾക്കിടയിൽ അവൻ ഒളിച്ചു. സുദർശന ചക്രമാകട്ടെ വായുവിലൂടെ സഞ്ചരിച്ച് വായുവിനെ മുഴുവൻ തപിപ്പിച്ച് ആ താപം കൊണ്ട് മേഘങ്ങളെയെല്ലാം ഉരുക്കി. മേഘങ്ങളെല്ലാം മാഞ്ഞുപോയപ്പോൾ വീണ്ടും ജലന്ധരന്റെ രൂപം കാണുമാറായി. ഉടൻ തന്നെ സുദർശന ചക്രം ജലന്ധരന് നേരെ പാഞ്ഞെടുത്തു. അവൻ കണ്ണുകളടച്ച് കൈകൾ കൂപ്പിക്കൊണ്ട് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകി. ആ സുദർശന ചക്രം ജലന്ധരന്റെ ശരീരത്തെ ഛിന്നഭിന്നമാക്കി തീർത്തു. ശരീരഭാഗങ്ങൾ ഓരോന്നും ഭൂമിയിലെ പല ഭാഗത്തായി ചിന്നിച്ചിതറി. ജലന്ധരന്റെ ശരീരത്തിനു പകരം അവിടെ ഒരു തേജോരൂപം ഉയർന്നു വന്നു. ആ ഗന്ധർവരൂപം മഹാവിഷ്ണുമായയുടെ മുൻപിൽ കൈകൾ കൂപ്പിക്കൊണ്ട് വിഷ്ണുമായ കീർത്തനങ്ങൾ പാടിക്കൊണ്ട് സ്വർഗത്തിലേക്ക് യാത്രയായി. ശ്രീശങ്കരസൂനോ സേവക കാമധേനോ ക്ലേശാന്ധകാരഭാനോ ലോകൈക പ്രദീപമേ ഭാവനാതീത ഭവഭഞ്ജന മോക്ഷപ്രദ ദേവദേവേശ പരബ്രഹ്മമേ ജയ ജയ. ശ്രീവിഷ്ണുമായ നാമം പാടി ആനന്ദം തേടും പാവനേ പരിപൂർണ ശോഭനേ കിളിപ്പെണ്ണേ ഭാവികാര്യജ്ഞേ ചൊല്ലു ചൊല്ലു നീ വിഷ്ണുമായ ദേവൻ തൻ ചരിതങ്ങൾ ബാക്കി ഭാഗവും കൂടി. ഗീരിതു കേട്ടു നല്ല ശാരീരഗുണം കൂടും ശാരിക താനും യുദ്ധമീരണം തുടങ്ങിനാൻ. ചതുർത്ഥമാകും കലിയുഗത്തിൽ ധർമ്മങ്ങൾക്കു പതിത്വം വന്ന ധർമ്മം പെരുത്തു ചമയുമ്പോൾ ലോകത്തെ നേർവഴിക്കു നയിപ്പാൻ ശാസ്താവായി പാകത്തിൽ ശാസിച്ചെല്ലാം ഏകത്വമാക്കാനായി. പുത്രാനി ഭാരതത്തിൽ കുടികൊള്ളേണമെന്നായി ഉത്തരഗീതോപദേശത്തെ ചെയ്തതിൻ ശേഷം ശങ്കരൻ നിർദ്ദേശിച്ച മാതിരി വിഷ്ണുമായ കിങ്കരന്മാരാം ഭൂതസംഘങ്ങളോടും കൂടി ചിത്രമാം ചരിത്രങ്ങൾ ഉൾക്കൊള്ളും മലനാട്ടിൽ ഉത്തര കേരളത്തിൽ പുഞ്ചനെല്ലൂരിൽ ഇല്ലത്തിൽ സ്ഥിതനായി പ്രവർത്തനം ചെയ്തൊര കഥയോതാം. അതുതാൻ ചരിത്രത്തിൽ മുഖ്യ സംഭവമത്രേ.
അപ്പുഞ്ചനെല്ലൂരില്ലത്തന്നത്തെ ഭട്ടേരിപ്പാടത്ഭുത കർമ്മം ചെയ്യും മാന്ത്രികന്മാരിൽ ശ്രേഷ്ഠൻ, ഈശ്വരഭക്തൻ, മഹാപണ്ഡിതൻ, എല്ലാവർക്കും വിശ്വാസ ബഹുമാനമാർന്ന പുരുഷരത്നം, സിദ്ധരിൽ സിദ്ധൻ, നിജകർമ്മങ്ങൾക്കനുഭവസിദ്ധിമേൽക്കുമേൽ വന്നു ചേരുവാൻ പറ്റും മട്ടിൽ എത്രയും മഹത്തമമായൊരു മഹാശക്തി സിദ്ധിച്ചിടേണം ഏതു ശക്തിക്കുമതീതമായി. അതിനു പരാശക്തി ചൈതന്യം കലർന്നിടും അതിശേഖര ഹരിബീജ സംഭവനായി ശ്രീവിഷ്ണുമായാഖ്യനായി വിളങ്ങും ശാസ്താവിനെ കൈവശം വരുത്തേണമെന്നുറച്ച ഹോരാത്രം ലക്ഷ്യത്തിൽ തന്നെ ശ്രദ്ധ നിറുത്തി ഘോരമായി ഇരുപക്ഷത്തിലേറെക്കാലം സേവ ചെയ്തതിൻ ശേഷം പ്രത്യക്ഷമായി ദേവൻ ഏതൊരു വരം വേണം അർത്ഥിച്ചു കൊള്ളുകെന്നായി അരുളി ചെയ്തവരെ ബദ്ധകൗതുകം ഭക്തിയുക്തനായി ധാത്രീദേവൻ സത്വസം നമസ്കരിച്ചെത്രയും വിനീതനായി ഭക്തവത്സല ദയാവാരിധേ ഭവാൻ മമ പത്തനെ കർമ്മസ്ഥാനസ്ഥിതനായി വേണ്ടും വണ്ണം മൽപ്രവർത്തികൾക്കൊരു വിഘ്നവും വരുത്താതെ ഉത്തമഫലം നൽകി കാത്തുകൊള്ളണം നാഥ. എന്നിത്തമർത്ഥിച്ചതു സ്വീകരിച്ച് അങ്ങു ഭൂതവൃന്ദത്തോടൊത്തു നിജചിന്തിതം പോലെ തന്നെ തന്നുടെ പ്രവർത്തനത്തിനുപയുക്തമായി ഉത്തമസ്ഥാനമാർന്ന് സന്തോഷത്തോടെ ശ്രീവിഷ്ണുമായാദേവൻ പുഞ്ചനെല്ലൂരില്ലത്തിൽ ശ്രീവർദ്ധിപ്പിച്ചു വാണു സർവമംഗളദാതാ. ഉത്തമഭക്തനായോരദ്ധരാദേവൻ ജീവൻ മുക്തനായതിൽ പിന്നെ കർമ്മങ്ങളൊന്നും തന്നെ വേണ്ടപ്പോൾ നിർവഹിപ്പാൻ പോന്നവർ അങ്ങിലായിക കൊണ്ടഹോ കർമ്മക്ഷതി സംഭവിക്കുക മൂലം ദോഷങ്ങളോരോന്നായി തുടരെ കാണായി വന്നു ശോഷിച്ചു ശ്രീയും ഹന്ത വർദ്ധിച്ചു രോഗാദിയും മേൽക്കുമേൽ ആപത്തുകൾ പെരുകി എല്ലാം കൊണ്ടും നിൽക്കക്കള്ളിയില്ലാതെ വന്നുപോയെന്നേ വേണ്ടു. എന്തിതിന്നൊരു വഴിയെന്നാരാഞ്ഞിട്ട് യാതൊരന്തവും കാണായികയാൽ അന്നത്തെ ഗൃഹാധിപൻ ചെറ്റുമേ കാലം വൈകാതി ദേവോപാസനയെ മറ്റു വല്ലോർക്കും കൊടുത്തിടുകന്നതേ നല്ലു. പൊൻകായ്ക്കും മരമായാൽ പോലും പുരയ്ക്കു ചാഞ്ഞെങ്കിലോ മുറിച്ചു മാറ്റിയിടുക തന്നെ യുക്തം എന്നുറച്ച് അതിനുള്ള തക്കവും പാർത്തിരിപ്പായി വന്നേൽക്കുമാപത്തൊക്കെ സഹിച്ച് കഷ്ടം കഷ്ടം. അക്കാലത്ത് ആവണേങ്ങട്ടെന്ന കളരിയിൽ ഇദ്ദിക്കിൽ ഉൾക്കൊണ്ട പുണ്യക്ഷേത്രമാം തൃപ്രയാറിൻ കിഴക്കുവടക്കായി 3 നാഴിക ദൂരെ തഴയ്ക്കും കേളിയാർന്നുണ്ടായിരുന്നവിടത്തെ ഉണ്ണിറ്റി എന്ന മൂത്തവൃദ്ധനാം പണിക്കർക്ക് ഒരുണ്ണിയുമുണ്ടാകാതെ ഇണ്ടലാർന്ന് അനാരതം രാമനെ ശ്രീതൃപ്രയാറപ്പനെ സേവ ചെയ്ത് രാമനാമവും ജപിച്ചങ്ങനെ വാഴും കാലം രാഘവാനുഗ്രഹത്താൽ 50 വയസ്സായി കേവലം നിരാശയിലണ്ട തൻ ഭാര്യയ്ക്കഹോ ചെറ്റുമേ വിനയന്യേ ഗർഭമാർന്നിരട്ട പെറ്റ് 2 ആൺകുട്ടികളുണ്ടായി എന്നേ വേണ്ടു. ഉള്ളു ചുട്ടപേക്ഷിച്ചാൽ തൃപ്രയാറ്റപ്പൻ തീരെ തള്ളുകയില്ലൊരാളെയും എന്നതു പ്രസിദ്ധം താൻ.
സന്താനലാഭം കൊണ്ട് സന്താപശാന്തി പൂണ്ട് സന്തതം പിതാക്കന്മാർ സംതൃപ്തരായി മേന്മേൽ. ഉത്തമ മുഹൂർത്തത്തിൽ ഉണ്ണിത്താമനെന്നാദ്യപുത്രനും കേളുണ്ണിയെന്നായവർ രണ്ടാമനും പേരുമിട്ട് ആരോഗ്യത്തിനൊത്ത ഭക്ഷണമെല്ലാം നേരം തെറ്റാതെ ഏകീകരിച്ച് രക്ഷിച്ച് ശ്രദ്ധാപൂർവം മെയ്യഭ്യാസവും മറ്റുള്ള അഭ്യാസങ്ങളുമെല്ലാം ചെയ്യിച്ച് കേരളാവനീങ്കൽ കളരിമുഖാന്തിരമായിരുന്നതിനായി ഭരണം കർത്താക്കന്മാർ തുളുനാട്ടിൽ നിന്നെല്ലാം നല്ല പണ്ഡിതന്മാരുമായുധാഭ്യാസങ്ങളിൽ കല്യരായിപ്പാരം പ്രശസ്തി സിദ്ധിച്ചോരെ തക്കതാം പ്രതിഫലം കൊടുത്തങ്ങാനയിച്ച് മുഖ്യമാം പണിക്കരെന്നുള്ള ഒരു സ്ഥാനപ്പേരും കൊടുത്ത് വാഴിച്ചു പോന്നിരുന്നു. അതിൽ വെച്ച് പടക്കേതവരോടും എതിർക്കാൻ തക്കവണ്ണം പയറ്റെന്നല്ല ഏതു വിദ്യയും കൊടുത്തിടും നയജ്ഞന്മാരായുള്ള ദേശികന്മാരുൾക്കൊള്ളും വൻ നിലയാർന്നുള്ളൊന്നായിരുന്നിതവണങ്ങാട്ടെന്നുള്ള കളരിയെന്നിദിക്കിലെല്ലാം കൊണ്ടും. ഒരു കാതമാണൊരു കളരിക്കധികാരപരിധി സമചതുരത്തിലായി. അതിനുള്ളിൽ മറ്റൊരു കളരിയിലുള്ളേതു ഗുരുവിനും ചെറ്റുമില്ലധികാരം കൈകടത്തിയിടാനായി. അങ്ങനെ ചെയ്താൽ അതു വലുതായിടും നീതിഭംഗവും അഭിമാനഹാനിയുമായിത്തീരും. വൃദ്ധനാം ഉണ്ണിത്താമനന്തരിക്കയും മക്കൾക്കേതുമേ പ്രായപൂർത്തിയെത്തിയിടാതിരിക്കയും ആയൊരപ്പത്തനത്തിൽ അന്യമാം കളരിക്കാരിയൊരു തക്കം നോക്കി സൂത്രത്തിൽ ഓരോ തരം ദ്രോഹങ്ങൾ ചെയ്തിടാനും വെൽവിളി നടത്താനും ആഹന്ത പുറപ്പെട്ടു. എങ്കിലും അവയെല്ലാം സഹിച്ചു കുറേ കാലം ആയുധവിദ്യ നന്നായി ശ്രമിച്ചു കുമാരന്മാർ പഠിച്ചു ശക്തന്മാരായി. ഒരു കൈ നോക്കാം ഇനി എതിരാളികളോടെന്നൊരു തോന്നൽ വന്നു അവരതിനായുത്സാഹിക്കേ. മാതാവ് വത്സന്മാരെ തഴുകി നിങ്ങളീ ചൊല്ലുന്നതെന്താണ്? എല്ലാം ചിന്തിച്ചു ചെയ്വിൻ. കാര്യം ശത്രുക്കളെല്ലാം ഇന്ന് മാന്ത്രിക വിദ്യകളിലെത്രയും സമർത്ഥരാണ്. അവരെ തോൽപ്പിച്ചിടാൻ ആർക്കുമേ തടുക്കുവാൻ പറ്റിയിടാത്തൊരു ശക്തി കൈക്കലുള്ളവർക്കെന്നേ ഒക്കുകില്ലൊരിക്കലും. മാതുലൻ മഹാബുദ്ധിശാലിയാണ്. അദ്ദേഹത്തെ സാദരം സമീപിച്ചീ ദുർഘടഘട്ടം താണ്ടാൻ മാർഗമൊന്നുപദേശിക്കണമെന്നപേക്ഷിച്ചാൽ കൈക്കൊള്ളും. അതു തള്ളില്ലദ്ദേഹമെല്ലാം കൊണ്ടും. അമ്മ തൻ മൊഴി ശരിയെന്നറിഞ്ഞ് അവരുടനമ്മാവൻ തന്നെ പ്രാപിച്ചിക്കഥ സകലതും ബോധിപ്പിച്ച് അരാതിവർഗങ്ങളെ ജയിച്ചിടാൻ സാധിക്കും വഴിയുപദേശിക്കാനപേക്ഷിക്കേ. ഒട്ടു ചിന്തിച്ചു ചൊന്നാൻ മാതുലൻ പുഞ്ചനെല്ലൂർ ഭട്ടേരിപ്പാടിൻ വശം ആരാലും ജയിക്കുവാൻ പറ്റാതുള്ളൊരു ശക്തിയുണ്ട്. അതു നിങ്ങൾ ചെന്ന് പാട്ടിലാക്കിയാൽ സാധ്യമായിടുമെല്ലാം തന്നെ. നമ്മുടെ കളരിയിൽ പരദേവതാസ്ഥാനത്തെന്നുമേ പരിലസിച്ചിടുന്ന വിഘ്നേശ്വരൻ വിഘ്നങ്ങളൊഴിവാക്കാനെന്നിയേ ശത്രുക്കളെ ഭഗ്നമാക്കുവാൻ ഒരുമ്പെടാറില്ലെക്കാലത്തും. ആയതുകൊണ്ടു നിങ്ങൾ പുഞ്ചനെല്ലൂരില്ലത്തുപോയി
ആ ഭൂസുരേന്ദ്രനെ ശരണം പ്രാപിക്കുവിൻ. നമ്മുടെ വിഘ്നേശനെ അദ്ദേഹത്തിനു നൽകാൻ സമ്മതമാണെന്നു മോദിയിടുവിൻ വിശേഷിച്ചും. എന്നാൽ സാധിക്കും എല്ലാമെന്നനുഗ്രഹമേകി അന്നതു കൈക്കൊണ്ടുടൻ ജ്യേഷ്ഠനും അനുജനും അമ്മയെ കണ്ടു ചൊല്ലി ആശീർവാദവും വാങ്ങി ഉന്മേഷഭരിതരായി പോയവർ പിറ്റേ ദിനം തത്ര ചെന്നൊരു തിരുമുൽക്കാഴ്ച വെച്ചു നന്നായി പൃഥ്വീദേവനെ വന്ദിച്ചിത്തരം ഉണർത്തിച്ചു. ഉണ്ടടിയങ്ങൾക്കൊരു കാംക്ഷിതം ഇന്നങ്ങയെ കൊണ്ടതു നിറവേറ്റാൻ സാധിക്കുമൊന്നാകുന്നു. ഇങ്ങുള്ള വിഷ്ണുമായാശക്തിയെ അവിടുന്നു ഞങ്ങൾക്കു തന്നിടേണം. അതിനു പകരമായി ഞങ്ങൾ തൻ കൈവശമുള്ള വിഘ്നരാജനെ ഞങ്ങൾ അങ്ങയ്ക്കു നൽകാം. മൂലമന്ത്ര സംയുതം തന്നെ ഇങ്ങനെ കൈമാറിയാൽ രണ്ടു കൂട്ടർക്കും അതു മംഗളപ്രദമായേ വന്നുകൂടുകയുള്ളൂ. ഭട്ടേരിക്ക് അപേക്ഷ തേടിയ വള്ളി കാലിൽ ചുറ്റിയ മട്ടായിത്തീർന്നു. സന്തോഷമോടും കൂടി അങ്ങിനെ തന്നെ എന്നു സമ്മതിച്ച് ഉടൻ തന്നെ അങ്ങുകാലം കഴിഞ്ഞ ഭട്ടേരിപ്പാട് ഗൂഢം സൂക്ഷിച്ചു വെച്ചിരുന്ന ഗ്രന്ഥങ്ങളെയും സാക്ഷാൽ ദ്രക്ഷ്യനന്ദനൻ തന്നെ പ്രത്യക്ഷപ്പെടുത്തുവാനുള്ളതാം ഉപാസനാമന്ത്രവും കൊടുത്ത് ഏറ്റം ഉള്ളുണർന്ന് അങ്ങോടേറ്റുവാങ്ങിനാർ. വിഘ്നേശനെ തപസ്സു ചെയ്തീശനെ പ്രത്യക്ഷമാക്കി വേണം ഗമിച്ചിടുവാൻ നിങ്ങളെന്നുമെടുത്തോതീ. തദനന്തരം ജ്യേഷ്ഠാനുജന്മാരങ്ങു തന്നെ വ്രതവും ദീക്ഷിച്ചേറ്റം ഭക്തിയാർന്ന ഹോരാത്രം മൂലമന്ത്രവും ജപിച്ചാഹാരാദിയും വെടിഞ്ഞ് ആലസ്യമെന്യേ മഹാതപസ്സും തുടങ്ങിനാർ. തീവ്രമാം തപസ്സിനെ ഭഞ്ജനം ചെയ്തിടുവാൻ ശർവനന്ദനൻ മായാവിദ്യകൾ പലവിധം കാട്ടി അതെല്ലാം വിവരിച്ചു ചൊല്ലുവാൻ ഇന്ന് സൃഷ്ടികർത്താവിൻ ധർമ്മപത്നിക്കുമാവില്ലേതും. കാട്ടാന, സിംഹം, പുലി, മഹിഷം, പന്നി, ചെന്നായക്കൂട്ടം, വൻതിമിംഗലം മുതലായി ദുഷ്ടത കൂടും പലേ ജന്തുക്കളായും വൻതീക്കട്ടക്കണ്ണുരുട്ടിയും ഘോരാട്ടഹാസമിട്ടും ദംഷ്ട്രകൾ പുറത്താക്കി ശൂലവുമോങ്ങിക്കുത്തിയിട്ടിടും മട്ടടുക്കും ഭൂതപംക്തികളായും കാട്ടുതീയായും കൊടും കാറ്റായും ബദ 18 പയറ്റി നോക്കിയിട്ടും ഒട്ടുമേ തപസ്വികൾക്കില്ല ചാഞ്ചല്യം എന്നു തിട്ടമായപ്പോൾ വിഷ്ണുമായയും പ്രസന്നനായി. ഹേമരത്നാഭയോലുമുന്നത കിരീടവും സോമഖണ്ഡത്തെ വെല്ലും ഭാലവും വരിവണ്ടിൻ നിരയോടടരാടും പൂർണ്ണകുന്തളവും പൂശരവില്ലിനെ തോൽപ്പിച്ചീടിന പുരികവും നീലനീരജദള തുല്യനേത്രവും തിലത്താരതിർസുനാസയും ചെമ്പനീർപ്പൂവേ വെല്ലും ബന്ധുരാധരങ്ങളും മുല്ലമൊട്ടോടിടഞ്ഞ ദന്തപംക്തിയും പൂർണ്ണചന്ദ്രനേർവദനവും കുണ്ടലമണികാന്തിയേന്തി മിന്നിടും മൃദുഗണ്ഡയുഗ്മവും തിങ്കൾ ദ്യുതിനേർസ്മിതാഭയും ശംഖസംഹിതകളത്തിങ്കൽ മിന്നിടും രത്നസംഘങ്ങൾ ചേരും ഹാരത്തിനൊളി വളർത്തിയിടും വനമാലയും
വനം കൈത്താരിൽ മുടിങ്കോലും വളയും അരയിൽ നീലാംബരത്തിനുമേലെ മിന്നും പൊന്നരഞ്ഞാണും ചെങ്കഴൽ കാന്തി ചിന്നീടും പൊൻചിലമ്പും പൂണ്ട് സുന്ദരനായി മഹിഷാരൂഢനായി ഭക്തർ തൻ പുരോഭുവി സഹസാ പ്രത്യക്ഷനായി ശ്രീ വിഷ്ണുമായാദേവൻ. ചിത്തപത്മത്തിൽ കണ്ടുപോരും ആ രൂപം മുന്നിൽ പ്രത്യക്ഷമായപ്പോഴും താനാനന്ദാത്ഭുതപൂർവം ഭക്തന്മാരിരുവരും സാഷ്ടാംഗം നമസ്കരിച്ചുദ്ധാനം ചെയ്തു കൂപ്പിസ്തുതിച്ചു ബഹുഭക്ര്യാ. ശ്രീവിഷ്ണുമായേ ജയ, സങ്കടാപഹ ജയ, കൈവല്യമൂർത്തേ ജയ, കാരുണ്യാംബുധേ ജയ, മഹിഷാരൂഢാ ജയ, മാധവാത്മജ ജയ, ദഹനാക്ഷജാ ജയ, ശ്രീ ഗുഹാനുജാ ജയ. ഈ സ്തുതി കേട്ടു വിഷ്ണുമായയും അരുൾ ചെയ്താൻ, അസ്തു മംഗളം, നിങ്ങൾക്കെന്തൊരു വരം വേണം ചോദിച്ചുകൊള്ളുവിൻ, നൽകിയിടുന്നതുണ്ടൊന്നുകൊണ്ടും ഖേദിക്ക വേണ്ട, ഞാനുണ്ടാശ്രയം നിങ്ങൾക്കെന്നും എന്നരുൾ ചെയ്തപ്പോൾ അർത്ഥിച്ചാർ കുമാരന്മാർ, ഇന്നു തൊട്ടെന്നും ഞങ്ങൾ ഗൃഹസ്ഥിതനായി സർവകാലവും രക്ഷ ചെയ്യണം. അങ്ങെത്തിടുമേവർക്കുമാടൽ പോക്കെ സൗഖ്യമേകയും വേണം. ശത്രു സംഹാരത്തിനു ശക്തിയും നൽകിയിടേണം. ഇത്രയുമാണ് ഞങ്ങളിന്നപേക്ഷിപ്പൂനാഥ. ശരി, അങ്ങനെ തന്നെ എന്നനുഗ്രഹമേകി ഹരിമായയും മറഞ്ഞിടിനോരനന്തരം സന്തോഷപുളകിതഗാത്രരായി കുമാരന്മാർ അന്തണവരനോടു യാത്രയും ചൊല്ലി ശീഘ്രം തിരിച്ചു നാട്ടിൽ വന്നു മാതുലനെയും മാതാവിനെയും നമസ്കരിച്ച് ഉണ്ടായ വൃത്താന്തങ്ങൾ വിസ്തരിച്ചുര ചെയ്താർ. അമ്മയും അമ്മാവനും വിസ്മയിച്ചനുഗ്രഹമേകിനാരിരുവർക്കും. 2 നാൾ യുദ്ധത്തിലെ സാഹസക്കയ്യോരോന്നും കണ്ടവർ വിശ്രമിച്ചു, 2 പുതുതാമുണർവോടും വിശ്വാസമോടും കൂടി ചതിയന്മാരാമെതിരാളിമാർകളെ വെൽവാൻ ഒരുങ്ങിയമ്മയെയും അമ്മാവനെയും ചെന്നു വണങ്ങി ആശീർവാദം സംയുതം വിടവാങ്ങി. ശ്രീവിഷ്ണുമായാദേവൻ തന്നെ രണ്ടാളും കരൾപ്പൂവിൽ വെച്ചുറപ്പിച്ചു ധീരതയോടും കൂടി. ചിട്ടയായി കച്ച കെട്ടി കേടകന്നുള്ള യുദ്ധച്ചട്ടയും പരിചയും വൻകൃപാണവുമേന്തി ഉരുവിൽ പരിചയിട്ടടിച്ച് പടക്കലിയേറിയന്ന് എതിരാളിമാരുടെ കളരിക്കൽ ചെന്ന് പോരിനു വിളിച്ചപ്പോൾ അങ്ങുള്ളതാം ഉന്നത ചേകോന്മാരും അഭ്യാസപടുക്കളാം ശിഷ്യരും പരിഭ്രമിച്ച് ഈ 2 പേരും മാത്രം മുഖ്യമാം ഏതോ ശക്തി സിദ്ധിച്ച മൂലം തന്നെ യുദ്ധത്തിനൊരുമ്പെട്ടു വന്നിരിക്കുന്നതെന്നായോർത്ത് അങ്ങുള്ളെല്ലാ യോധന്മാരെയും ചേർത്ത് ഉഗ്രമായി മുന്നിൽ നിന്നും പിന്നിൽ നിന്നുമായി മഹാനിഗ്രഹം തുടങ്ങിയ നേരത്ത് ലേശം പോലും ചാഞ്ചല്യമെന്യേ പുറംപുറമായി ചേർന്നു നിന്ന് തഞ്ചത്തിലടരാടി ഘോരമായിരുപേരും ഒറ്റവാൾ വീശലിൽ താൻ 10-50 തല
അറ്റുവീണിടും മട്ടുള്ളറ്റ കൈക്രിയമേന്മേൽ ചെയ്ത് അവരങ്ങെതിർത്തയോധർതൻ ശിരസ്സാകെ കൊയ്തു ചെന്നിണം ചാർത്തി ശോഭിച്ചു ചിത്രം ചിത്രം. പെയ്തു കൽപ്പകപ്പൂക്കൾ നാഗനാരികളെല്ലാം നൂതനവരന്മാരെ കിട്ടിയ സന്തോഷത്താൽ ഇങ്ങനെ ശത്രുക്കളെത്രയും തകർത്ത് അവരങ്ങ് സർവപേരാലും ബഹുമാനിതരായി തുങ്കമാമഭിമാനം വീണ്ടെടുത്ത് എന്നേക്കും പൊങ്ങി മിന്നീടും പുകഴ്പൂങ്കൊടിപ്പടം നാട്ടി നാടുവാഴിയും ഏറ്റമാദരിച്ച് ഇരുവർക്കുമീടെഴും സമ്മാനവും സ്ഥാനമാനവുമേകി. ഇത്തരമെല്ലാം വന്നു ചേരുവാൻ മൂലം മായാശക്തിയാണെന്ന് ബോധ്യമായി നാട്ടിലെല്ലാവർക്കും ക്ഷേത്രമൊന്നത്ര വേഗം നിർമ്മിച്ചു മഹാമായാശക്തിയെ പ്രതിഷ്ഠ ചെയ്തിടുവാനുറപ്പിച്ചു. തൃപ്രയാർ ക്ഷേത്രത്തിലെ ഊരാളരോടും ചില സുപ്രസിദ്ധരാം തന്ത്രിമാരോടുമാലോചിച്ച് പത്തനത്തിനു തെക്കായിട്ട് ഒരു ക്ഷേത്രം പുത്തനായി തീർത്തു. വിഷ്ണുമായയാം ശാസ്താവിനെ സത്വരം വിധി പോലെ ആർഭാടമോടും കൂടി ഉത്തമ മന്ത്രതന്ത്ര സംയുതം പ്രതിഷ്ഠിച്ചു. നിത്യപൂജയും ചില മുഖ്യമാം യജ്ഞാദിയും കൃത്യമായി നിർവഹിച്ചു. ചൈതന്യം വികസിച്ചു. സന്തതം ഇങ്ങെത്തുന്ന ഭക്തന്മാർക്കെല്ലാവർക്കും സന്തതി ധനധാന്യമെന്നിവ വർദ്ധിപ്പിച്ചും ഏതു ബാധകളെയുമൊഴിച്ചും സർവാഭീഷ്ടദാതാവായി വിളങ്ങിനാൻ ശ്രീവിഷ്ണുമായാദേവൻ. ജ്യേഷ്ഠനാമുണ്ണിത്താമൻ ബ്രഹ്മചാരിയും തപോനിഷ്ഠനുമായി തീർന്നു. വിഷ്ണുമായയിൽ തന്നെ വിലയം പ്രാപിക്കുവാൻ നിശ്ചയിച്ചഹോ നിജകുലദൈവമായി സർവാഭീഷ്ടദായകനായി പ്രളയകാലത്തോളം പരിവാരങ്ങളോടൊത്ത് വിലസീടേണം ഇങ്ങെന്നർത്ഥിച്ചു വരം വാങ്ങി. ഉത്കൃഷ്ട തപസ്വികൾക്കെന്നിയെ നിർവഹിപ്പാനൊക്കാത്ത കുക്ഷികൽപ്പസമാധിക്കായി തന്നെ ഉറച്ചു. കൂപമൊന്നു തീർത്തു കല്ലുകൾ കെട്ടി ഉറപ്പിച്ച് അധ വിഷ്ണുമായയെ സങ്കൽപ്പിച്ചു. മേൽഭാഗം കല്ലുകൊണ്ടു മൂടുവാൻ നിർദ്ദേശിച്ചു. കാൽക്ഷണം മാത്രമൊന്നു ചുറ്റുമേ കണ്ണോടിച്ചു. ആർക്കനാഴിയിലേക്കു താണുപോയിടും മട്ടിൽ അക്കിണർക്കുള്ളിൽ പൂക്കു സമാധി നിർവഹിച്ചു. ശ്രീവിഷ്ണുമായ ക്ഷേത്രത്തിനു തൊട്ടടുത്തുള്ള മാഞ്ചോട്ടിലിന്നും കാണും വലുതാം അച്ഛൻ കൊട്ടിൽ അമ്മഹായോഗീശ്വരൻ സമാധിയിരുന്നതാം നിർമ്മലമായ പുണ്യക്ഷേത്രമായി വിരാജിപ്പൂ. ആവണങ്ങാട്ടു ചാത്തനെന്നിന്ന് സർവേടത്തും കേൾവി കേട്ടുല്ലസിച്ചു പോരും ആ മഹാശക്തി ഇമ്മഹായോഗീശ്വര ശക്തി ചൈതന്യമായി കർമ്മസ്ഥാനത്തിരിപ്പൂ. മായാകിങ്കരനായി ഭൂതവൃന്ദത്തെ സ്വയം പാട്ടിൽ വെച്ചവരെ കൊണ്ടോരോ പ്രവർത്തനം ചെയ്യിച്ച് ശോഭിക്കുന്നു. ബ്രഹ്മത്തിൽ നിന്നുണ്ടായ ശക്തി ഈ പ്രപഞ്ചത്തിൽ കർമ്മങ്ങൾ ദേവന്മാരെ കൊണ്ടു ചെയ്യിക്കും പോലെ തൃപ്രയാർ ശ്രീരാഘവസ്വാമിയായിട്ടേതാണ്ടൊരാത്മബന്ധമുണ്ടേ ചൈതന്യത്തിനെല്ലാം കൊണ്ടും. അങ്ങുച്ച പൂജ തീർന്ന ശേഷമേ പതിവായിട്ടിങ്ങു നൃത്തത്തിനെത്തൂ ശ്രീവിഷ്ണുമായാദേവൻ.
അത്രമാത്രവുമല്ല, തത്ര ദർശനം ചെയ്തോരത്രയും ആവണങ്ങാട്ടെത്തി നൃത്തവും മറ്റും കണ്ടു വന്ദിച്ചു പോകയെന്ന ഒരു പതിവിന്നും കണ്ടുപോരുന്നതുണ്ടൊരാചാരമെന്നതുപോലെ അനുജൻ കേളുണ്ണി ഗൃഹസ്ഥാശ്രമിയായി ദിനവും വിഷ്ണുമായ സേവയും ധർമാദിയും ശരിയായി നിർവഹിച്ച് നീരജമാതിന്നെന്നും പിരിയാൻ പറ്റാത്ത മട്ടാക്കിനാൻ നിജഗേഹം. സൽക്കർമ്മമാചരിക്കും ദിക്കിൽ നിന്നൊഴിഞ്ഞിടാനൊക്കുമോ ലക്ഷ്മീദേവിക്കസ്ഥിരയാണെന്നാലും അക്കർമ്മയോഗീശ്വരൻ തൻ പരമ്പരയാണെന്നോർക്കണം ആവണങ്ങാട്ടിന്നുള്ള സന്താനങ്ങൾ. ആവണക്കിൻ കാടായ പണ്ടത്തെ സ്ഥലം പിന്നീടാവണങ്ങാടായി മാറിയെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും ചൊല്ലിത്തീർത്തു പഞ്ചവർണ്ണയാമോമൽ തത്തയും പറന്നുപോയി മാരിവില്ലുളി വീശി. ജലന്ധരവധത്തിനു ശേഷം സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുമായ പരമേശ്വരന്റെ നിർദ്ദേശപ്രകാരം ത്രേതായുഗത്തിൽ അഗസ്ത്യമഹർഷിയുടെ ആശ്രമത്തിൽ ദിവ്യാസ്ത്രത്തിന്റെ രൂപത്തിൽ അവതരിച്ചു. ദേവകളുടെ അഭീഷ്ടപ്രകാരം രാവണൻ എന്ന മഹാരാക്ഷസനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി മഹാവിഷ്ണു ഭൂമിയിൽ അവതരിച്ചു. ദശരഥപുത്രനായി അവതരിച്ച രാമൻ താതവാക്യം പാലിക്കുന്നതിന് വേണ്ടി 14 സംവത്സരം കാട്ടിലലഞ്ഞു നടന്നു. രാമനെ അനുഗമിച്ച ലക്ഷ്മണനും സീതാദേവിയും ജഗദീശ്വരനെ പൂജിച്ചുകൊണ്ട് കാട്ടിൽ ജീവിതം കഴിച്ചുകൂട്ടി. അതിനിടെ കാഞ്ചന മൃഗത്താൽ മോഹിതയായിത്തീർന്ന സീതാദേവി ആ മാൻകുട്ടിയെ പിടിച്ചുകൊണ്ടുവരുവാൻ ശ്രീരാമനോട് അപേക്ഷിച്ചു. സീതയുടെ മോഹം തീർക്കുന്നതിന് വേണ്ടി രാമൻ കാഞ്ചന മൃഗത്തിനു പിന്നാലെ അസ്ത്രം തൊടുത്തുകൊണ്ട് പാഞ്ഞുപോയി. പക്ഷേ മാരീചൻ എന്ന രാക്ഷസനാൽ വഞ്ചിക്കപ്പെടുകയായിരുന്നു ശ്രീരാമൻ. ലക്ഷ്മണനും ശ്രീരാമനും ആശ്രമത്തിൽ നിന്നും അകന്ന വാർത്തയറിഞ്ഞ് രാവണൻ ശൂർപ്പണഖയുടെ മൂക്കും മുലയും ഛേദിച്ചതിന് പ്രതികാരമായി സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി. ഏറെ ദിവസങ്ങൾക്ക് ശേഷം സാക്ഷാൽ സുഗ്രീവന്റെയും ഹനുമാന്റെയും നേതൃത്വത്തിലുള്ള വാനരപ്പടയുടെ സഹായത്തോടുകൂടി ശ്രീരാമൻ ലങ്കയിലേക്ക് അതിക്രമിച്ചു കടന്നു രാവണനെയും കൂട്ടരെയും വകവരുത്തി. ഈ സമയത്ത് ശ്രീരാമനെ രാവണ നിഗ്രഹത്തിനായി സഹായിക്കുവാൻ വിഷ്ണുമായ ദിവ്യാസ്ത്രങ്ങളുടെ രൂപത്തിൽ അവതരിച്ചു. പാർജന്യാസ്ത്രവും ആഗ്നേയാസ്ത്രവും ബ്രഹ്മാസ്ത്രവും രാമന് യുദ്ധത്തിന് കൂട്ടായി നിന്നു. സാക്ഷാൽ മഹാവിഷ്ണുമായ ശക്തിയുടെയും ശൈവചൈതന്യത്തിൻ്റെയും വൈഷ്ണവ ചൈതന്യത്തിൻ്റെയും സ്വരൂപമായി സമന്വയ രൂപമായി പ്രപഞ്ചത്തെ നിലനിർത്തുന്ന നാഥനായിത്തീർന്നു. ഈ പുണ്യകഥയുടെ മഹത്വത്തെ ഇങ്ങനെ പുണ്യപുരാണമായ വിഷ്ണുമായാപുരാണത്തിൽ വർണ്ണിക്കുന്നു. ദ്വാരകയിൽ കൃഷ്ണനിർദ്ദേശപ്രകാരം ഈ പുണ്യപുരാണം പാടിയ നാരദൻ ഇങ്ങനെ കഥയെ പറഞ്ഞു നിർത്തി. എന്നിട്ട് കൃഷ്ണനോട് ചോദിച്ചു, അല്ലയോ യദുകുല നായക, അവിടത്തേക്ക് അറിയാത്തതായി ഒന്നും തന്നെ ഈ ലോകത്തിലില്ല. സാക്ഷാൽ വിഷ്ണുമായിയുടെ അവതാരം തന്നെയാണ് അങ്ങും. ആ അംശത്തോടു കൂടിയതാണ് ദേവവൃന്ദങ്ങളെല്ലാം. അഷ്ടദിക്പാലകന്മാരും ആകാശവും ഭൂമിയും നദികളും മണൽത്തരികളും പോലും ആ വിഷ്ണുമായിയുടെ അംശങ്ങളാണ്. അങ്ങനെയുള്ള അങ്ങ് ഈ മഹത്തരമായ കഥയെ കേട്ടു. ഇന്ന് എൻ്റെ നാവുകൊണ്ട് ആ പുണ്യപുരാണം പറയുവാനുള്ള ഭാഗ്യം എനിക്ക് സിദ്ധിച്ചിരിക്കുന്നു. അത് അവിടുത്തെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇങ്ങനെ കഥ പറഞ്ഞു നിർത്തി നാരദൻ അവിടെ നിന്നും യാത്രയായി. പിന്നീട് ദ്വാരകയെ കടലെടുത്തു ശ്രീകൃഷ്ണാവതാരം പൂർത്തീകരിച്ചു. ശ്രീകൃഷ്ണനെ ഏതോ ഒരു വേടൻ ഒടിയം പെയ്തു കൊന്നു.
കൃഷ്ണാവതാരത്തിന് ശേഷം കലിയുഗം ആരംഭിക്കുകയായി. കലികാലത്തിൽ മഹാവിഷ്ണുമായ വീണ്ടും അവതരിച്ചു. അത് പുഞ്ചനെല്ലൂരിലെ ഭട്ടതിരിപ്പാടിൻ്റെ ഇല്ലത്ത് ഉപാസനാമൂർത്തിയായിട്ടായിരുന്നു. ആ ഉപാസനാമൂർത്തിയെ പ്രത്യക്ഷപ്പെടുത്തിയ ഭട്ടതിരിപ്പാട് വേണ്ട രീതിയിൽ പൂജാകർമ്മങ്ങളെയെല്ലാം ചെയ്തു. അങ്ങനെ കുടുംബത്തിന് ഐശ്വര്യവും ശരീരത്തിന് ആരോഗ്യവും ഉണ്ടായി. തലമുറകളിലൂടെ കൈമാറി വന്ന ആ ഉപാസന പിന്നീടെപ്പോഴോ ഇല്ലാതായിത്തീർന്നു. അതിൻ ഫലമായി ഭട്ടതിരിപ്പാടിൻ്റെ ഇല്ലത്ത് ദുശ്ശകുനങ്ങൾ കാണുമാറായി. പട്ടിണിയും ദാരിദ്ര്യവും രോഗവും ആ കുടുംബത്തെ വല്ലാതെ വലച്ചു. എങ്ങനെയെങ്കിലും ഉപാസനാമൂർത്തിയെ ആർക്കെങ്കിലും നൽകണമെന്ന് പിന്നീടുള്ള തലമുറക്കാർ തീരുമാനിച്ചു. ഇക്കാലത്ത് കേരളത്തിലെ പുകൾപെറ്റ തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വടക്കായി ആവണങ്ങാട്ട് കളരി എന്ന് പ്രസിദ്ധിയാർന്ന ഒരില്ലമുണ്ടായിരുന്നു. അവിടെ ഉണ്ണിറ്റി എന്ന മൂത്ത വൃദ്ധനായ ഒരു പണിക്കരുമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വയസ്സമ്പതായിട്ടും കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപുത്രസ്യ ഗതിർനാസ്തിഹി എന്നാണ് മനുസ്മൃതി പോലെയുള്ള ഗ്രന്ഥങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. പുത്രനില്ലാത്തവർക്ക് ഒരിക്കലും ഗതി ഉണ്ടാവുകയില്ല. ഇങ്ങനെ ഒരു പുത്രനുണ്ടാകുന്നതിന് വേണ്ടി ഉണ്ണിറ്റി എന്നും തൃപ്രയാറപ്പനെ സേവിച്ചു. തൃപ്രയാറപ്പൻ്റെ പ്രസാദത്താൽ ഉണ്ണിറ്റിയുടെ ഭാര്യ ഗർഭിണിയായിത്തീർന്നു. അവർക്ക് ഉണ്ണിത്താമനെന്നും കേളുണ്ണിയെന്നും 2 കുട്ടികളുമുണ്ടായി. എല്ലാ മെയ്യഭ്യാസവും മറ്റുള്ള കളരി അഭ്യാസങ്ങളും പഠിച്ചുകൊണ്ട് അവർ സമർത്ഥന്മാരായി തന്നെ വളർന്നു. വൃദ്ധരായ മാതാപിതാക്കളിൽ പിതാവ് മരിച്ചപ്പോൾ അവരെ നോക്കുവാൻ അമ്മാവൻ മാത്രമായിരുന്നു തുണ. പണിക്കരെന്ന സ്ഥാനപ്പേര് നൽകുന്നൊരു പതിവ് അവിടുത്തെ നാടുവാഴികൾക്കുണ്ടായിരുന്നു. കളരിത്തലവന്മാരെ മെയ്യഭ്യാസത്തിൻ്റെയും കളരി അഭ്യാസത്തിൻ്റെയും വഴക്കമനുസരിച്ച് തഴക്കമനുസരിച്ച് ഒരു സ്ഥാനപ്പേര് നൽകും. കളരിക്ക് അധികാരിയായിട്ടുള്ളത് പണിക്കരാണ്. ഒരു കാതമാണ് സമചതുരത്തിലുള്ള കളരിയുടെ ചുറ്റളവ്. ആ കാതത്തിന് അടുത്തായി മറ്റ് കളരിക്കാരും തന്നെ പോയിരുന്നില്ല. അവിടെ ഭരണവുമുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഉണ്ണിത്താമൻ അന്തരിച്ചപ്പോൾ മക്കൾക്ക് പ്രായപൂർത്തിയാവാത്ത ഘട്ടത്തിൽ ആ അമ്മയും മക്കളും മറ്റുള്ള കളരിക്കാരുടെ ശല്യത്താൽ ഏറെ വിഷമിക്കുകയും ചെയ്തു. കുട്ടികൾ വളർന്നു വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ ആയുധാഭ്യാസത്തിൽ സമർത്ഥരായിത്തീർന്നു. ഒടുവിൽ അവർ തീരുമാനിച്ചു, എങ്ങനെയെങ്കിലും ശത്രുക്കളായ മറ്റു കളരിക്കാരെ വകവരുത്തുക തന്നെ വേണം, ഒരു പാഠം പഠിപ്പിക്കുക തന്നെ വേണം. ഇങ്ങനെ നിശ്ചയിച്ച കുട്ടികളോട് അമ്മ വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉണ്ണികളെ, ഇന്ന് മെയ്വഴക്കവും സാമർഥ്യവും മാത്രമല്ല കളരിക്ക് അധിപന്മാരായിട്ടുള്ളവരുടെ കയ്യിലുള്ളത്. എപ്പോഴും അതിനപ്പുറമുള്ള ഒരു ശക്തി നമുക്കാവശ്യമുണ്ട്. ഒരു ഉപാസനാമൂർത്തിയെ നമുക്കാവശ്യമുണ്ട്. ഏതൊരു ശത്രുവിനെയും വകവരുത്തുവാൻ കഴിവുള്ള ഒരു ഉപാസനാമൂർത്തിയെ നിങ്ങൾ സ്വീകരിക്കുക. അതിനു വേണ്ട മാർഗത്തെ നിങ്ങളുടെ അമ്മാവൻ നിർദ്ദേശിച്ചു തരും. അമ്മയുടെ വാക്കുകൾ കേട്ട് ആ കുട്ടികൾ തങ്ങളുടെ അമ്മാവനെ ചെന്നു കണ്ടു. അമ്മാവന്റെ നിർദ്ദേശപ്രകാരം കുട്ടികൾ പുഞ്ചനെല്ലൂരിലെത്തി. പുഞ്ചനെല്ലൂരിലെ പട്ടതിരിപ്പാടിൻ്റെ പിൻതലമുറയുടെ അടുത്ത് ചെന്ന് അവർ തങ്ങളുടെ കാര്യങ്ങളെ അറിയിച്ചു. ഉപാസനാമൂർത്തിയായ ശ്രീവിഷ്ണുമായിയുടെ മൂലമന്ത്രത്തെയും അതിൻ്റെ സ്വരൂപത്തെയും പുരാണങ്ങൾ അടങ്ങിയിട്ടുള്ള ഓലഗ്രന്ഥങ്ങളെയും സ്വീകരിക്കുവാൻ അവർ നിശ്ചയിച്ചു. പകരമായി തങ്ങൾ എപ്പോഴും ഉപാസിച്ചുകൊണ്ടിരുന്ന വിഘ്നേശ്വരനെ പുഞ്ചനെല്ലൂരിന് നൽകുവാനും തീരുമാനിച്ചു. അങ്ങനെ ആ ഉണ്ണികളിൽ നിന്നും പുഞ്ചനെല്ലൂരില്ലക്കാർ വിഘ്നേശ്വരനെ സ്വീകരിച്ച് തങ്ങളുടെ ഉപാസനാമൂർത്തിയായ വിഷ്ണുമായിയുടെ മൂലമന്ത്രങ്ങളും ഓലക്കെട്ടുകളും നൽകി. പോകുന്നതിന് മുമ്പ് ഭട്ടതിരി വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉണ്ണികളെ, നിങ്ങൾ ഈ തറവാട്ടിൽ വെച്ച് തന്നെ തപസ്സു ചെയ്ത് വിഷ്ണുമായിയെ പ്രത്യക്ഷപ്പെടുത്തി വരം വാങ്ങുക, എന്നിട്ട് ഗൃഹത്തിലേക്ക് യാത്രയാവുക. ഇങ്ങനെ ഭട്ടതിരിപ്പാടിൻ്റെ നിർദ്ദേശപ്രകാരം ആ ഉണ്ണികൾ അവിടെ തന്നെ തപസ്സു ചെയ്യാൻ ആരംഭിച്ചു. തപസ്സിൻ്റെ ഒടുവിലായി ശ്രീ മഹാവിഷ്ണുമായ പ്രത്യക്ഷപ്പെട്ടു. വിഷ്ണുമായ വരമെന്തു വേണമെന്ന് ചോദിച്ചപ്പോൾ ഉണ്ണികൾ ഇങ്ങനെ പറഞ്ഞു, അല്ലയോ മഹാമായേ, അവിടുന്നാണ് ഈ ജഗത്തിനെല്ലാം അധിപനായിട്ടുള്ളത്. ഈ കലികാലത്തിൽ ഞങ്ങളുടെ ദുഃഖങ്ങളെയും വൈരാഗ്യങ്ങളെയും തീർക്കുന്നതിന് അങ്ങേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളോടൊപ്പം എപ്പോഴും ഞങ്ങളുടെ ഗൃഹമായ ആവണങ്ങാട്ട് കളരിയിൽ അവിടുന്ന് സന്നദ്ധനായി എപ്പോഴും ഉണ്ടായിരിക്കണം. അവിടുത്തെ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ ദുഃഖങ്ങളെല്ലാം ഇല്ലാതായിത്തീരണം. അവിടെ വരുന്നവർക്കെല്ലാവർക്കും സാന്ത്വനമേകണം.
ഇങ്ങനെയുള്ള ഉണ്ണികളുടെ വാക്കുകൾ കേട്ട് ശ്രീ വിഷ്ണുമായ അവരെ അനുഗ്രഹിച്ച് അവരോടൊപ്പം അവണേങ്ങാട്ട് കളരിയിലേക്ക് യാത്രയായി. അന്നു മുതൽ അവണേങ്ങാട്ട് കളരിയിൽ മഹാവിഷ്ണുമായ സാന്നിധ്യം കൊണ്ടു. ആ വിഷ്ണുമായയുടെ സാന്നിധ്യത്താൽ പ്രദേശം മുഴുവൻ ഐശ്വര്യപൂർണമായി തീർന്നു. പിന്നീട് ജ്യേഷ്ഠനായ ഉണ്ണിത്താമൻ ബ്രഹ്മചാരിയായി തീർന്നു. തപോനിഷ്ഠനായി വിഷ്ണുമായയെ ഭജിച്ചുകൊണ്ട് കുക്ഷികൽപ്പ സമാധിക്കായി അദ്ദേഹം സംഭാരങ്ങളെല്ലാം ഒരുക്കി. യജ്ഞത്തിനും പൂജാവിധികൾക്കും വേണ്ട സാധനങ്ങളെല്ലാം ഒരുക്കി തറകെട്ടി അതിനു നടുവിലായി ഒരു കിണർ തീർത്തു. ആ കിണറിനുള്ളിൽ കയറി അദ്ദേഹം സമാധിയിലാണ്ടു. മേൽഭാഗം കല്ലുകൊണ്ട് മൂടുവാൻ നിർദ്ദേശിച്ചതിൻ പ്രകാരം ശിഷ്യന്മാരും ബന്ധുക്കളുമെല്ലാം കൂടി കല്ലുകൊണ്ട് ആ തറയെ മൂടി. അങ്ങനെ കിണറ്റിനുള്ളിൽ സമാധിയായിത്തീർന്ന ഉണ്ണിത്താമനെ ഇന്നും ആവണേങ്ങാട്ട് കളരിയിൽ ആരാധിച്ചു പോരുന്നു. ഇന്നും ആ സമാധിയായിത്തീർന്ന തറയെ അച്ഛൻകൊട്ടിൽ എന്ന പേരിൽ എല്ലാവരും വിളിച്ചു പോന്നു. ഇന്നും ആവണേങ്ങാട്ട് കളരിയിൽ അച്ഛൻകൊട്ടിൽ കാണാം. ഹരിഹരജ ദുരിതഹര വരദ മുരുകാനുജ ഹേരംബ സോദര കാരുണ്യവാരിധേ കുളിരജലമകളിൽ നിജ തനുല തലയിപ്പിച്ച് കൈവല്യമാർന്നൊര കൂളിവാകോടജേ അവളുടയ പരിചരണ പരമസുഖമാസ്വദിച്ചാറു സംവത്സരം ശോഭിച്ച പൈതലേ മഹിഷിയുടെ മദമഥനമതിപദനമാതംഗമസ്തകേ നൃത്തകം തകർത്ത കൈശോരകേ ത്രിതരുടയ സകലവിധ വിനകളുമകറ്റുന്ന ശീലം കലർന്നിടും ശീതളമാനസേ രജനിചരകുലനിധനമതിനുബതവില്ലായി ഭൂകാന്തനെ കാത്ത ഭൂഭാരനാശന വളരെ ജനമനുദിനവും അധികതര ഭക്തി പൂണ്ടയ്യപ്പനെന്നോർത്ത് പൂജിച്ചിടും വിഭോ നളിനശര ശരനികരമേൽക്കാത്ത നൈഷ്ഠിക ബ്രഹ്മചര്യച്ചട്ടയിട്ട ശൈവാത്മജ കടശീഹ കലിയുടെ കഠിനത തകർക്കുവാൻ ഖഡ്ഗിയായ ശ്വോപരിസ്ഥിതനായഹോ അതിചതുരമുടു പുതിയ തരമൊരു പ്രവർത്തനാൽ സത്യയുഗത്തെ വരുത്തുമേകേശ്വര ജയ സകല ദുരിതഹര ജയ ജയ ജഗൽപദേ സത്യധർമ്മസ്ഥിത സാംബ ശിഷ്യോത്തമ മമ ഹൃദയ നിലയന നമോസ്തുതേ സന്തതം മൽക്കുല സംരക്ഷണോത്സുക ദൈവമേ ചെറുതുമകമലരിൽ അറിവഹ നഹിയായ ഞാൻ ചെറ്റൂതവാപദാനങ്ങൾ കഥിച്ചതിൽ പിഴകൾ പല നിലയിലും അനേകമുണ്ടെങ്കിലും പറ്റേ അതൊക്കെ പൊറുത്ത് ഈ അടിയനെ കരകവിയുമരിയതയ കലരുമൊരു തൃക്കടക്കണ്ണാൽ കടാക്ഷിച്ചനുഗ്രഹിക്കേണമേ ജയ സകല നരകഹര കലിമല വിമോചന സായൂജ്യദായക നൽക മേന്മേൽ ശുഭം. ധർമ്മശാസ്താവിൻ്റെ ലീലകൾ പാടുന്ന ജന്മങ്ങളൊക്കെ കൃതാർത്ഥമാകും. കർണങ്ങളെ നിങ്ങൾ കോരിക്കുടിക്കുവിൻ വർണ്ണനാതീതമാമിപ്പുരാണം. ശങ്കരപുത്രന്റെ തൃപ്പാദ പങ്കജം ശങ്കയില്ലാതെ ഭജിച്ചുവെങ്കിൽ ഏതൊരാപത്തും അണയാതെ കാക്കുമ കാതലിൻ കാതലാം വിഷ്ണുമായ ശ്രീവിഷ്ണുമായേ നമസ്തേ നമോസ്തുതേ ശ്രീവിഷ്ണുമായേ നമസ്തേ നമോസ്തുതേ ശ്രീവിഷ്ണുമായേ നമസ്തേ നമോസ്തുതേ ശ്രീവിഷ്ണുമായേ നമസ്തേ നമോസ്തുതേ.
കലിയുഗവരദനായ സാക്ഷാൽ വിഷ്ണുമായാദേവൻ്റെ ചരിതങ്ങൾ ഏവരുടെയും ആത്മാവിനെ ശുദ്ധമാക്കി തീർക്കട്ടെ. സംസമിത്യുപസേ വൃഷന്നഗ്നേ വിശ്വാന്യര്യ ആ ഇടസ്പതേ സമിധ്യസേ സനോ വസൂനി ആഭര സംഗച്ഛത്വം സംവദത്വം സംവോമനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവൈ സംജാനാനോ ഉപാസത്തെ സമാനോ മന്ത്രസമിതി സമാനീ സമാനം മനസ്സഹചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്രയേവ സമാനേന വോ ഹവിഷാ ജുഹോമി. കണ്ണുകൾക്കുള്ളിലെ കാഴ്ചകളായി, കാതുകൾക്കുള്ളിലെ ശബ്ദങ്ങളായി, നാവിൻ തുമ്പിലെ വാക്കും അർത്ഥവും അന്തരാർത്ഥങ്ങളുമായി, പ്രകൃതി പുരുഷ സമന്വയമായി, സ്ഥൂല സൂക്ഷ്മ പ്രപഞ്ചമായി, സാക്ഷാൽ പരബ്രഹ്മതത്വമായി, ആനന്ദസ്വരൂപമായി വിഷ്ണുമായ വിരാജിക്കുന്നു. അതീതങ്ങളും അനാഗതങ്ങളും ഋതുകന്യകളും യാതൊരു ശക്തിയുടെ ദാസരായി വർത്തിക്കുന്നുവോ ആ വിരാട്മൂർത്തിയായ വിഷ്ണുമായ നമ്മുടെ ഹൃദയങ്ങളെ നിർമ്മലമാക്കട്ടെ. നമ്മുടെ മനസ്സുകൾ സമാനമായി തീരട്ടെ. മന്ത്രങ്ങൾ സമാനമാവട്ടെ. ഒരേ ലക്ഷ്യത്തിലേക്ക്, ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക്, ഒരേ മാർഗത്തിലൂടെ, നിഷ്കാമഭക്തിയിലൂടെ സത്യത്തിലേക്ക്, അമൃതത്വത്തിലേക്ക് നമുക്കയനം ചെയ്യാം. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.